ഗുരുവായൂർ ദേവസ്വം സൂക്ഷിച്ചിരുന്ന 124 കിലോ ആനക്കൊമ്പുകളും പല്ലുകളും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഏറ്റെടുത്തു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് പ്രകാരമാണ് ഏറ്റെടുത്തത്. പഴയന്നൂർ പഞ്ചായത്ത് തൊഴിൽ നിഷേധിക്കുകയാണെന്ന് ആരോപിച്ച് 16-ാം വാർഡ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രതിഷേധം. പഞ്ചായത്ത് സെക്രട്ടറിയുടെ ക്യാബിനിലേക്ക് തൊഴിലാളികൾ ഇരച്ചുകയറി. കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് വീട്ടമ്മമാർ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. ശ്രീനാരായണപുരം കോതപറമ്പ് മാന്തുരുത്തിക്കടവ് നിവാസികളാണ് മതിലകത്തെ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചത്. ചെറുതുരുത്തി കൊറ്റമ്പത്തൂരിൽ കോഴിഫാമിൽ നിന്ന് 50 ലക്ഷം രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അഴീക്കോട് മുനമ്പം പാലത്തിന്റെ കോൺക്രീറ്റിംഗ് ആരംഭിച്ചു. 2 സ്പാനുകളുടെ 30 മീറ്റർ ദൂരത്തിലുള്ള കോൺക്രീറ്റിംഗ് ആണ് നടന്നത്. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ഗുരുവായൂർ ദേവസ്വം സൂക്ഷിച്ചിരുന്ന 124 കിലോ ആനക്കൊമ്പുകളും പല്ലുകളും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഏറ്റെടുത്ത് കൊണ്ടുപോയി. വളരുമ്പോൾ മുറിച്ചുമാറ്റുന്ന കൊമ്പുകളുടെ കഷ്ണങ്ങൾ, ചീളുകൾ, കൊഴിഞ്ഞുവീണ പല്ലുകൾ എന്നിവയാണ് വനംവകുപ്പ് ഏറ്റെടുത്തത്. ആനത്താവളത്തിൽ ചെരിയുന്ന ആനകളുടെ കൊമ്പുകൾ വനംവകുപ്പിന്റെ സംരക്ഷണത്തിലാണ്. പല ഘട്ടങ്ങളിലായി മുറിച്ചുമാറ്റിയ കൊമ്പിന്റെ അവശിഷ്ടങ്ങൾ ദേവസ്വം ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. കൊമ്പുകൾ നശിപ്പിക്കുവാനോ ഉപേക്ഷിക്കുവാനോ ദേവസ്വത്തിന് അനുവാദമില്ല. ഈ സാഹചര്യത്തിൽ ഇവ ഏറ്റെടുക്കണമെന്ന് ദേവസ്വം വനംവകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് പ്രകാരം ഗജദിനത്തിൽ വനംവകുപ്പ് ഏറ്റെടുക്കുകയായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ കൊമ്പിന്റെ ഭാഗങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തി മഹസർ തയ്യാറാക്കിയാണ് ഏറ്റെടുത്തത്. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ TN രാജേഷ്, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ MP അനിൽകുമാർ, R രാജീവൻ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ NB ഗോപകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത്. ഏറ്റെടുത്ത കൊമ്പുകൾ തിരുവനന്തപുരം വഴുതക്കാട് ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപത്തുള്ള സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കും. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് തൊഴിൽ നിഷേധിക്കുകയാണെന്ന് ആരോപിച്ച് 16-ാം വാർഡ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രതിഷേധം. പഞ്ചായത്ത് സെക്രട്ടറി തങ്കമണിയുടെ ക്യാബിനിലേക്ക് 100-ലധികം NRGB തൊഴിലാളികൾ ഇരച്ചുകയറി. പ്രതിഷേധം രൂക്ഷമായതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് K മുരളീധരൻ ഇടപെട്ടു. പ്രതിഷേധക്കാരെ പഞ്ചായത്തിലേക്ക് കൊണ്ടുവന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ സെക്രട്ടറിയുടെ മുറിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചത് തർക്കത്തിനിടയാക്കി. പഞ്ചായത്ത് പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റം നടന്നു. രൂക്ഷമായ കുടിവെള്ളക്ഷാമം മൂലം ദുരിതത്തിലായ വീട്ടമ്മമാർ മതിലകത്തെ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ കോതപറമ്പ് മാന്തുരുത്തിക്കടവ് നിവാസികളാണ് മതിലകത്തെ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചത്. 60ഓളം വരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് വാട്ടർ അതോറിറ്റി സെക്ഷൻ ഓഫീസിലെത്തിയത്. 1 വർഷത്തോളമായി ഈ മേഖലയിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം എത്തിയിട്ട്. നാട്ടിക ഫർക്ക ശുദ്ധജല പദ്ധതി പ്രകാരമാണ് ഇവിടേക്ക് വെള്ളമെത്തുന്നത്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട നിർമ്മാണം ആരംഭിച്ചതോടെ ഈ ഭാഗത്തേക്കുള്ള പൈപ്പ് മുറിച്ചു മാറ്റപ്പെട്ടതാണ് വെള്ളമെത്താത്തതിന് കാരണമെന്നാണ് വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നത്. എന്നാൽ വാട്ടർ അതോറിറ്റിയോ ദേശീയപാത കരാർ കമ്പനിയോ പൈപ്പ് നന്നാക്കാൻ തയ്യാറാകാത്തതാണ് നിലവിലെ പ്രശ്നം. പലതവണ ജനപ്രതിനിധികൾ, ജില്ലാ കളക്ടർ, വാട്ടർ അതോറിറ്റി അധികൃതർക്കും പരാതി നൽകിയിട്ടും നടപടിയെടുക്കാതായതോടെയാണ് നാട്ടുകാർ ഒന്നടങ്കം വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തിയത്. അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ മുറിയിൽ സംസാരിക്കാനായി കയറിയ നാട്ടുകാർ ഉദ്യോഗസ്ഥയുമായി തർക്കമാകുമെന്ന് കണ്ടതോടെ മതിലകം SI രമ്യ കാർത്തികേയൻ നാട്ടുകാരെ പുറത്തേക്കിറക്കി. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെയും കരാർ കമ്പനി അധികൃതരെയും വിളിച്ചു വരുത്തി പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന SIയുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാർ ഉപരോധ സമരം അവസാനിപ്പിച്ചത്. TCV കയ്പമംഗലം. ചെറുതുരുത്തി കൊറ്റമ്പത്തൂരിൽ കോഴിഫാമിൽ നിന്ന് 50 ലക്ഷം രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാലക്കാട് ചാത്തന്നൂർ സ്വദേശി അമീൻ, പട്ടാമ്പി കൂട്ടുപാത സ്വദേശി ഹുസൈൻ എന്നിവരെയാണ് ചെറുതുരുത്തി SHO അനന്തകൃഷ്ണൻ, SI ബദറുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. പള്ളം കൊറ്റമ്പത്തൂരിൽ സ്വകാര്യ വ്യക്തി കോഴിഫാം നടത്താൻ വേണ്ടി വാടകയ്ക്ക് കൊടുത്ത സ്ഥലത്തെ റൂമുകളിൽ നിന്നായി 150 ചാക്കുകളിലായി സൂക്ഷിച്ച നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. പള്ളിക്കര സ്കൂളിന് സമീപം വാഹന പരിശോധനയ്ക്കിടെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയിരുന്ന 2 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കോഴിഫാമിൽ പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് മോൻ, ടിജോ വാഴപ്പള്ളി, CPOമാരായ രഞ്ജിത്ത്, ഗിരീഷ് തുടങ്ങിയവരും പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്ത സംഘത്തിലുണ്ടായിരുന്നു. ഞാൻ ഈ ഫാം വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളതാണ്. അതൊരു കോഴി ഫാമിന് വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്.
പിന്നെ അവർ നമുക്ക് വാടകയ്ക്ക് എടുത്തു. പിന്നെ ഇതെന്താണ് നമുക്കറിയില്ല. അപ്പോൾ ഇവർ പിടിച്ചപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ ഇന്ന സാധനങ്ങളിരുന്നത്. നമുക്ക് ഇതിൻ്റെ പ്രവേശനമില്ല. അവർ നമ്മളോട് ഇങ്ങനെ പ്രവേശിക്കാൻ പാടില്ല. പിന്നെ അവരൊരു ഷെഡ് കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രവേശനമില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്താ നമുക്കറിയില്ല. നമ്മൾ വാടകയ്ക്ക് കൊടുക്കണം, വാടക പഠിക്കണം. കോഴിടാൻ വേണ്ടിയിട്ട് അവർ 2 ഷെഡ് വേറെ എടുത്തിട്ടുണ്ട്. ഒരു കോഴിടാ എന്ന് പറഞ്ഞു, ഇതുവരെ ഇട്ടൊന്നും കാണാനില്ല. അപ്പം അങ്ങനെ പോയിരുന്നു. അപ്പോൾ ഇത് പിടിച്ചപ്പോഴാണ് ഇത്രയും വലിയ ഡേഞ്ചർ അതിൻ്റെ ഉള്ളിൽ നിന്ന് അറിയുന്നത്. അനധികൃത മദ്യവിൽപ്പന നടത്തിയ യുവാവിനെ ഇരിങ്ങാലക്കുട എക്സൈസ് അറസ്റ്റ് ചെയ്തു. കൊടകര മനക്കുളങ്ങര സ്വദേശി കോച്ചേരി വീട്ടിൽ സിജോ ദേവസിയെയാണ് ഇരിങ്ങാലക്കുട റേഞ്ച് ഇൻസ്പെക്ടർ PR അനുകുമാറും സംഘവും നെടുമ്പാളിൽ നിന്നും പിടികൂടിയത്. ഇയാളുടെ സ്കൂട്ടറിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 12 ലിറ്റർ വിദേശ മദ്യവും എക്സൈസ് പിടിച്ചെടുത്തു. അഴീക്കോട് മുനമ്പം പാലത്തിന്റെ കോൺക്രീറ്റിംഗ് ആരംഭിച്ചു. അഴീക്കോട് ഭാഗത്തെ പാലത്തിന്റെ തുടക്കത്തിലുള്ള 2 സ്പാനുകളുടെ 30 മീറ്റർ ദൂരത്തിലുള്ള കോൺക്രീറ്റിംഗാണ് നടന്നത്. നിർദ്ദിഷ്ട പാലത്തിനും അനുബന്ധ റോഡിനും കൂടി 1124 മീറ്റർ നീളമാണുള്ളത്. നിലവിൽ പുഴയിലെ പൈലിംഗ് പ്രവൃത്തികൾ 60% പൂർത്തീകരിച്ചു കഴിഞ്ഞു. ET ടൈസൺ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PK അസീം, നജ്മൽ സക്കീർ, സഹ്റാബി ഉമ്മർ, ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ തുടങ്ങിയവർ കോൺക്രീറ്റിംഗ് നടപടികൾ വിലയിരുത്തുവാൻ എത്തിയിരുന്നു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2017 അഴീക്കോട് മുനമ്പം പാലത്തിന് ഭരണാനുമതി ലഭിച്ചത്. 2023 പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. സമയബന്ധിതമായി പാലം പണി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ET ടൈസൺ MLA പറഞ്ഞു. നമുക്ക് 30 മീറ്റർ സ്പാൻ ഇത് വാർക്ക കഴിക്കുമെന്നാണ് ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. അപ്പോൾ അതിന് കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്ത് അങ്ങനെ വാർത്ത് പോകുന്ന സ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മൾ ദീർഘകാലമായി പറയുന്ന ഒരു കാര്യം സാധ്യതപ്രായമാകുന്നു, അല്ലെങ്കിൽ അത് ഉറപ്പുവരുത്തുന്ന ഘട്ടത്തിലേക്ക് പോകുന്നു എന്നാണ്. നമുക്കിപ്പോൾ 15.7 മീറ്റർ വീതിയാണ് ഇതിനുള്ളത്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ അറിയാം, ഇപ്പോഴാണ് ഈ അഴീക്കോട് മുനമ്പം പാലത്തിൻ്റെ ഏകദേശം ഒരു രൂപം തന്നെ നമുക്ക് മനസ്സിലാവുന്നു. ഇങ്ങനെ വളരെ നല്ല ഭംഗിയായിട്ടുള്ള. ഗുരുവായൂർ ആനത്താവളത്തിൽ ഗജദിനം ആചരിച്ചു. ദേവസ്വത്തിന്റെ സഹകരണത്തോടെ ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ, ആന പഠന കേന്ദ്രവും കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയും സംയുക്തമായാണ് ദിനാചരണം നടത്തിയത്. മുതിർന്ന പാപ്പാന്മാരെ ആദരിക്കൽ, പാപ്പാന്മാർക്കുള്ള ബോധവൽക്കരണം, ആനയൂട്ട് എന്നിവ നടന്നു. കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ KS അനിൽ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ഭരണസമിതി അംഗം KP വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. IVA പ്രസിഡന്റ് ഡോക്ടർ N ഉഷാറാണി, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ KS മായാദേവി, ഡോക്ടർമാരായ PB ഗിരിദാസ്, PS രാജീവ്, ജോയ്സ് P ജോർജ്, K വിവേക്, ചാരുജിത്ത് നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. മാളയിൽ CPIയിലെ നേതാക്കൾക്കിടയിലെ പൊരുത്തക്കേടിൽ പ്രതിഷേധം പ്രകടിപ്പിച്ച് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. ചെത്തുതൊഴിലാളി യൂണിയൻ സംഘടിപ്പിച്ച KP പ്രഭാകരൻ അനുസ്മരണ സമ്മേളനത്തിൽ പ്രതീക്ഷിച്ച നേതാക്കളെ കാണാത്തതിനാലാണ് പ്രതിഷേധം അറിയിച്ചത്. യൂണിയനും പാർട്ടിയും രണ്ടല്ലെന്നും ഒന്നായി പോകണമെന്നും പോരായ്മകൾ തിരുത്തണമെന്നും പരിപാടിയിൽ പങ്കെടുക്കേണ്ട പല നേതാക്കളെയും കാണുന്നില്ലെന്നും ക്ഷണിക്കാത്തവരെയാണോ വിട്ടുനിൽക്കേണ്ടതാണോ എന്നും അറിയില്ലെന്നും KK വത്സരാജ് പറഞ്ഞു. AITUC സംഘടിപ്പിക്കുന്ന പരിപാടികളിലേക്ക് പാർട്ടി നേതാക്കളെ ക്ഷണിക്കണമെന്നും പങ്കെടുക്കണമെന്നും നിർബന്ധമില്ലെന്ന് CPI മാള മണ്ഡലം സെക്രട്ടറി MR അപ്പുകുട്ടൻ പറഞ്ഞു. പാർട്ടി മണ്ഡലം സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾക്ക് ക്ഷണക്കത്ത് നൽകിയിരുന്നുവെന്ന് യൂണിയൻ ജനറൽ സെക്രട്ടറി AB ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. കത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ 3 ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും സമ്മേളനത്തിൽ പങ്കെടുത്തു. അന്നമനടയിലെ 2 ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ KP സലി, KK ബിനേഷ്, പൊയ്യ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CN സുധാർജനൻ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. മണ്ഡലം കമ്മിറ്റിയിലെ ചില നേതാക്കൾ പങ്കെടുത്തിരുന്നു. എന്നാൽ സാന്നിധ്യം പ്രതീക്ഷിച്ചിരുന്ന നേതാക്കളെ കാണാതായപ്പോഴാണ് ജില്ലാ സെക്രട്ടറി KK വത്സരാജ് പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. പരിപാടിയിലേക്ക് എത്തിയപ്പോൾ തന്നെ നേതാക്കൾ ഒന്നായി പോകുന്നില്ലെന്ന് ബോധ്യപ്പെട്ടതിന്റെ പേരിലാണ് പ്രതിഷേധം തുറന്നു പറയുന്നതെന്ന് ജില്ലാ സെക്രട്ടറിക്ക് പറയേണ്ടി വന്നു. കേച്ചേരി മഴുവഞ്ചേരിയിൽ വാക്കുതർക്കത്തെ തുടർന്ന് യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. മഴുവഞ്ചേരി സ്വദേശി വാഗപ്പാറയ്ക്കൽ വീട്ടിൽ ബിജുവിനാണ് വെട്ടേറ്റത്. ബിജുവും ആക്രമിച്ചവരും തമ്മിൽ നേരത്തെ വാക്കുതർക്കം നടന്നിരുന്നു. ഇതിന്റെ പ്രതികാരമെന്നോണമാണ് ബിജുവിനെ നേരെ ആക്രമണമുണ്ടായത്. തലയ്ക്ക് പരിക്കേറ്റ ബിജുവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ അനിൽ, വിനു എന്നിവർക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. പെരുമ്പിലാവിൽ ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണത്തിൽ ആംബുലൻസ് ഡ്രൈവർക്ക് പരിക്കേറ്റു. പഴഞ്ഞി കോട്ടോൾ സ്വദേശി ചെമ്പത്തയ്യൽ വീട്ടിൽ ഷാഹിറിനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു ആക്രമണം. പെരുമ്പിലാവ് സെന്ററിൽ മദ്യലഹരിയിൽ യുവാക്കൾ തമ്മിൽ സംഘർഷം നടന്നിരുന്നു. പിന്നീട് 2 കാറുകളിലായി എത്തിയ സംഘം സംഭവസ്ഥലത്ത് നിന്നിരുന്ന് തന്നെ ആക്രമിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റ ഷാഹിർ പറഞ്ഞു. മർദ്ദനത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഷാഹിറിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
കേച്ചേരി മഴുവഞ്ചേരി സെന്ററിൽ കാർ നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറി 2 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രികരായ കുന്നംകുളം കിഴൂർ സ്വദേശി പണിക്കവീട്ടിൽ ഷംസുദ്ദീൻ, ഭാര്യ ആമിനക്കുട്ടി, മകൻ ഷഫീഖ് എന്നിവരെ കേച്ചേരി ആക്സ് പ്രവർത്തകർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡ്രൈവർ ഉറങ്ങിയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. നെടുമ്പാശ്ശേരിയിൽ നിന്ന് കുന്നംകുളത്തേക്ക് വരുമ്പോഴാണ് അപകടം. അതിരപ്പള്ളിയിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിന് കൈത്താങ്ങ് എന്ന നിലയിൽ നിർമ്മാണം തുടങ്ങിവെച്ച KTDCയുടെ യാത്രി നിവാസ് എങ്ങും എത്താത്ത നിലയിൽ. അതിരപ്പള്ളി എസ്കർവിന് സമീപത്തെ KTDCയുടെ 5 നില കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനമാണ് മുടന്തി നീങ്ങുന്നത്. സർക്കാരിൽ നിന്നും ഫണ്ട് ലഭിക്കാത്തതാണ് കാരണമായി കരാറുകാർ ചൂണ്ടിക്കാട്ടുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ വകുപ്പ് മന്ത്രിയായിരിക്കെ 2017 10 കോടി രൂപ ചെലവ് പ്രതീക്ഷിച്ച 5 നില കെട്ടിടത്തിന്റെ തറക്കല്ലിട്ടത്. ആദ്യഘട്ടത്തിൽ ഇതിന് 5 കോടി രൂപയും അനുവദിച്ചു. എന്നാൽ 2018 പ്രളയം നിർമ്മാണ പ്രവർത്തനത്തെ ബാധിച്ചു. ഇന്റീരിയർ പ്രവൃത്തി, ലിഫ്റ്റ് എന്നിവ ഉൾപ്പെടുന്ന 2ാം ഘട്ട നിർമ്മാണത്തിന് 2022 5 കോടി രൂപ കൂടി അനുവദിച്ചത്. പെയിന്റിംഗ്, ഫർണിഷിംഗ് എന്നിവ ഉൾപ്പെടുന്ന 3ാം ഘട്ട നിർമ്മാണത്തിന് ഇനിയും 3 കോടി രൂപ കൂടി ലഭ്യമാകേണ്ടതുണ്ട്. ട്രഷറി പ്രശ്നത്തിൽ കുടുങ്ങി അനുവദിച്ചതിൽ 3 കോടി രൂപ ഇനിയും കരാറുകാരായ സിൽക്കിന് വന്നു ചേർന്നിട്ടുമില്ല. അതിരപ്പള്ളിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് താമസിക്കാൻ കുറഞ്ഞ ചിലവിൽ മുറികൾ ലഭ്യമാക്കുന്നതാണ് യാത്രി നിവാസിന്റെ പ്രത്യേകത. പ്രശ്നം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും എത്രയും വേഗം കെട്ടിട പൂർത്തീകരണത്തിന് ഫണ്ട് ലഭ്യമാക്കാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും MLA സനീഷ് കുമാർ ജോസഫ് പറഞ്ഞു. TCV ചാലക്കുടി. കാലവർഷക്കെടുതിയിൽ നാശം സംഭവിച്ച തിരുവല്ലാമല പഴയന്നൂർ പഞ്ചായത്ത് അതിർത്തിയിലെ ഗായത്രി പുഴയ്ക്ക് കുറുകെയുള്ള ചീരക്കുഴി വിയർ കെ രാധാകൃഷ്ണൻ MP സന്ദർശിച്ചു. ഗായത്രി പുഴ കരകവിഞ്ഞുള്ള വെള്ളപ്പാച്ചിലിൽ വിയറിലേക്കുള്ള അപ്രോച്ച് റോഡും കനാലിന്റെ പാർശ്വഭിത്തികളും തകർന്നിരുന്നു. പ്രാഥമിക കണക്കെടുപ്പ് പ്രകാരം ഏകദേശം 2 കോടി രൂപയ്ക്ക് മുകളിൽ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ചീരക്കുഴി ജലസേചന പദ്ധതി അധികൃതർ വ്യക്തമാക്കിയിരുന്നു. വലിയ നാശമാണ് ചീരക്കുഴിക്ക് സംഭവിച്ചിട്ടുള്ളതെന്നും പുനരുദ്ധാരണത്തിന് കൂടുതൽ പണം കണ്ടെത്തേണ്ടതായിട്ടുണ്ടെന്നും MP പറഞ്ഞു. നിലവിൽ തകർച്ച പരിഹരിക്കുന്നതിനാവശ്യമായ പണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റ് പ്രാദേശിക ഫണ്ടിൽ നിന്നും പണം കണ്ടെത്തുവാനും ശ്രമിക്കും. സംസ്ഥാന സർക്കാരിന്റെയും ജലസേചന വകുപ്പിന്റെയും സഹകരണത്തോടെ കനാലിന്റെ തകർച്ച പരിഹരിച്ച് ഒക്ടോബറിൽ കർഷകർക്ക് വെള്ളം വിട്ടു നൽകുമെന്നും MP പറഞ്ഞു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KP ശ്രീജയൻ, പഞ്ചായത്ത് അംഗം KM അസീസ്, പൊതുപ്രവർത്തകരായ ശോഭന രാജൻ, എബി നൌഷാദ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ SS റോഷ്നി, ഷനോജ് VU, ധനീഷ് CT എന്നിവർ സന്നിഹിതരായിരുന്നു. വടക്കാഞ്ചേരി തെക്കങ്കര മേഖലകളിലെ വന്യമൃഗശല്യം തടയാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ സേവ്യർ ചിറ്റലപ്പള്ളി MLAയുടെ ഓഫീസിന് മുൻപിൽ നിൽപ്പ് സമരം നടത്തി. വടക്കാഞ്ചേരി തെക്കങ്കര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സമരം DCC ജനറൽ സെക്രട്ടറി K അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മയിൽ, DCC ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ, DCC സെക്രട്ടറി PJ രാജു, മുൻ മണ്ഡലം പ്രസിഡന്റ് AS ഹംസ, മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റ് CH ഹരീഷ് എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. ചെയ്ത കാര്യങ്ങൾ നമുക്കറിയാം. ഈ ആനകൾ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം, ആദ്യം വന്ന് വനമേഖലയോട് അടുത്ത പ്രദേശങ്ങളിൽ വന്നു പോവുകയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി അവരുടെ കൃഷി നശിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് ഭക്ഷിച്ചു. ഗജദിന ആഘോഷങ്ങൾ ഒഴിവാക്കി വയനാട്ടിലെ ദുരിതബാധിതർക്കായി ആനപ്രേമി സംഘടനയായ കൂട്ടുകൊമ്പന്മാർ എലിഫന്റ് വെൽഫെയർ ഫോറം 25,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. മന്ത്രി R ബിന്ദുവിന് തുക കൈമാറി. കൂട്ടുകൊമ്പന്മാർ എലിഫന്റ് വെൽഫെയർ ഫോറം സംഘടനാ പ്രതിനിധികളായ PS ജിഷ്ണു, സുജിത് തിരിയാട്ട്, KB അഭിഷേക്, നന്ദകുമാർ എടവന, അവിൻ കൃഷ്ണ, ആനഗവേഷകൻ മാർഷൽ C രാധാകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ മികച്ച താലൂക്ക് ആശുപത്രിക്കുള്ള കായകൽപ്പ പുരസ്കാരം ചാവക്കാട് താലൂക്ക് ആശുപത്രിക്ക് ലഭിച്ചു. സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വം, മാലിന്യ പരിപാലനം, അണുബാധ നിയന്ത്രണം എന്നിവ വിലയിരുത്തി സർക്കാർ ആവിഷ്കരിച്ച അവാർഡായ കായകൽപ്പ പുരസ്കാരത്തിൽ താലൂക്ക് ആശുപത്രികളിൽ ഏറ്റവും മികച്ചതായാണ് ചാവക്കാട് താലൂക്ക് ആശുപത്രിയെ തെരഞ്ഞെടുത്തത്. താലൂക്ക് ആശുപത്രികളുടെ മാനദണ്ഡ പരിശോധനയിൽ ചാവക്കാട് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി 89.09% മാർക്കുമായാണ് 1ാം സ്ഥാനം നേടിയത്. 15 ലക്ഷം രൂപയാണ് അവാർഡ് തുക. നിരവധി വികസന പ്രവർത്തനങ്ങളും രോഗി സൗഹാർദ്ദ പ്രവർത്തനങ്ങളുമാണ് മികച്ച നേട്ടങ്ങളിലേക്ക് ആശുപത്രിയെ നയിച്ചത്. നബാർഡ് സഹായത്തോടെ 10.62 കോടി ചെലവഴിച്ച് പുതിയ കാഷ്വാലിറ്റി ക്ലിനിക്ക് കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ സംസ്ഥാനത്ത് തന്നെ മികച്ച ആശുപത്രിയാകുവാൻ ചാവക്കാട് താലൂക്ക് ആശുപത്രിക്ക് കഴിയുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു. മികച്ച സേവനം നൽകിയ എല്ലാ ജീവനക്കാർക്കും നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, വൈസ് ചെയർമാൻ KK മുബാറക്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബുഷ്റ ലത്തീഫ് എന്നിവരുടെ നേതൃത്വത്തിൽ മധുരം വിതരണം ചെയ്തു.
അതിന് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ MLA-യും അതുപോലെ തന്നെ ഇപ്പോഴത്തെ MLA-യും നമ്മുടെ നഗരസഭാ കൗൺസിലുകളും കൂടാതെ നമ്മുടെ ഈ ഹോസ്പിറ്റലിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ആളുകളും, അതായത് സൂപ്രണ്ട് മുതൽ HI, നമ്മുടെ LS, മറ്റ് ജീവനക്കാർ എല്ലാവരുടെയും കൃത്യമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് നല്ല മെച്ചപ്പെട്ട സംവിധാനം ഒരുക്കാനായിട്ട് സാധിച്ചത്. തൃശൂർ ജില്ലാ റസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ അഗ്രിഗേറ്റ് റണ്ണറപ്പായ എരുമപ്പെട്ടി റസ്ലിംഗ് അക്കാദമിയിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA കമ്മിറ്റിയാണ് ബെസ്റ്റ് റസ്ലറായ ഫിസ അയുനി അർഷാദ്, പരിശീലകരായ മുഹമ്മദ് ഹനീഫ, അജി കടങ്ങോട്, ഫിർദൌസ്, റജി, രാഹുൽ എന്നിവരെ ആദരിച്ചത്. PTA പ്രസിഡന്റ് ഹേമ ശശികുമാർ, ഹെഡ്മിസ്ട്രസ് ബീന, പ്രിൻസിപ്പൽ സിൻഡ, സ്റ്റാഫ് സെക്രട്ടറി റജീന, കായിക അധ്യാപകൻ ബിനിൻ എന്നിവർ പങ്കെടുത്തു. തോട്ടങ്ങളിൽ നിന്ന് വെള്ളമിറങ്ങിയിട്ടും തൃക്കൂരിലെ വാഴ കർഷകരുടെ ഉള്ളിലെ ആധി ഇറങ്ങിയില്ല. കൃഷിവകുപ്പിന്റെ പ്രാഥമിക കണക്കെടുപ്പിൽ 13.4 ഹെക്ടറിലെ 33,500ഓളം വാഴകളാണ് വെള്ളത്തിനടിയിലായത്. തോട്ടങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങിപ്പോയെങ്കിലും വാഴകളുടെ പിണ്ടികളിലെല്ലാം ചീച്ചൽ ബാധിച്ചു. ഇനി വാഴക്കൊലകൾ വലുതാകില്ലെന്നും വിളവെടുത്താലും വലിയ നഷ്ടം നേരിടുമെന്നും കർഷകർ പറയുന്നു. വിളവെടുക്കാനാകില്ലെന്നും വാഴക്കൊലകൾ തോട്ടത്തിൽ തന്നെ വെട്ടിയിടേണ്ട സ്ഥിതിയാണെന്നുമാണ് കർഷകർ പറയുന്നത്. എനിക്ക് തന്നെ ഒരു 1000 വാഴയോളം ഇതിലൊരു 650 വാഴ ഒറ്റ പോയി, നഷ്ടമായി പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിച്ച് കൊലച്ച് പറഞ്ഞാൽ ഓണത്തിന് വെട്ടാനുള്ള കായായിരുന്നു. ഒരു 18 കിലോ 20 കിലോ കിട്ടുന്ന കായക്കൊലകളാണ് മുഴുവൻ വെള്ളം വന്ന് ഒടിഞ്ഞു പോയത്. കായക്കൊല വരെ വെള്ളം മുട്ടിപ്പോയി. 1 കോടി രൂപയെങ്കിലും നഷ്ടം ഈ ഭാഗത്ത് ഉണ്ടെന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അത്രയധികം വാഴ, 10,000 കണക്കിന് വാഴയാണ് ഈ ഭാഗത്ത് നശിച്ചു പോയേക്കുന്നത്. ഇത്തവണ ഇപ്പോൾ ഇത്രയധികം വെള്ളം വന്ന് ഇത് കൃഷി നശിച്ചു. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു നാശനഷ്ടം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഇപ്പം നശിച്ചു പോയ വാഴകൾ ഇവിടെ ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഇതിപ്പോൾ മാർക്കറ്റിൽ കൊടുക്കാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. വെട്ടി നശിപ്പിക്കാൻ മാത്രമേ പറ്റില്ല. അപ്പോൾ ഇതിന്റെ നഷ്ടപരിഹാരം എത്രയും പെട്ടെന്ന് കിട്ടുക, അടുത്ത വെള്ളം ഇറക്കേണ്ട സമയമായി തുടങ്ങി. അതാണ് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത്, സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടത്. ഓണവിപണി ലക്ഷ്യമിട്ട് പണയപ്പെടുത്തിയും സ്ഥലം പാട്ടത്തിനെടുത്തും കൃഷി നടത്തിയ 90 വാഴ കർഷകരാണ് പ്രതിസന്ധിയിലായത്. തൃക്കൂർ പാലത്തുപറമ്പിലെ വാഴത്തോട്ടങ്ങളിൽ കർഷകർക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇത്തവണ വെള്ളപ്പൊക്കം വരുത്തിവെച്ചത്. വാഴയ്ക്ക് പുറമെ 45 തെങ്ങ്, 150 ജാതിമരം, 60 കുരുമുളക്, 80 അടയ്ക്കാമരം എന്നിവയും വെള്ളക്കെട്ടിൽ നശിച്ചുവെന്നാണ് കൃഷിവകുപ്പിന്റെ പ്രാഥമിക കണക്ക്. കൃത്യമായ കണക്കുകൾ തയ്യാറാക്കി വരികയാണെന്നും കൃഷി ഓഫീസർ പറഞ്ഞു. കൃഷിയെ വെള്ളത്തിലാക്കിയത് പീച്ചി ഡാം അധികൃതരാണെന്നും ഇവർ ആരോപിച്ചു. പീച്ചി ഡാമിലെ അനാസ്ഥ മൂലം ഞങ്ങളുടെ കൃഷി കംപ്ലീറ്റ് നശിച്ചു. ലക്ഷക്കണക്കിന് രൂപ വരെ നഷ്ടം. എല്ലാ പണിയും കഴിഞ്ഞ് ഓണത്തിന് വേണ്ടി പാകായിക്കുന്ന കായാണ് 10-15,000 കൊല ഒരേ തോട്ടത്തിൽ നഷ്ടം വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ബാങ്കുകളിലത്തെ ലോണും അടയ്ക്കാനൊന്നും രക്ഷയില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറ്റാത്ത കണ്ടീഷനിലാണ് നിൽക്കുന്നത്. 18-ലെ വെള്ളം വരെ വന്നിട്ട് കൃഷി ചെയ്തിട്ട് ഞങ്ങൾക്ക് യാതൊരു നഷ്ടം ഉണ്ടായിട്ടില്ല. അർഹമായ നഷ്ടപരിഹാരം ഉടൻ ലഭ്യമാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. TCV ന്യൂസ്, പുതുക്കാട്. മൂന്നുപീടികയിൽ നടന്ന 31ാമത് ജില്ലാ സാഹിത്യോത്സവം സമാപിച്ചു. ജില്ലാ സാഹിത്യോത്സവിൽ 674 പോയിന്റ് നേടി തൃശൂർ ഡിവിഷനും വടക്കാഞ്ചേരി ഡിവിഷനും 1-ാം സ്ഥാനം പങ്കിട്ടു. 598 പോയിന്റുകൾ നേടി കൈപ്പമംഗലം ഡിവിഷൻ 2-ാം സ്ഥാനവും 581 പോയിന്റുകളോടെ ചാവക്കാട് ഡിവിഷൻ 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. ക്യാമ്പസ് വിഭാഗത്തിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് 1-ാം സ്ഥാനവും ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് 2-ാം സ്ഥാനവും തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജ് 3-ാം സ്ഥാനവും നേടി. സഹപ്രതിഭയായി NA മുഹമ്മദ് ഉനൈസിനെയും കലാപ്രതിഭയായി തൃശൂർ മുഹമ്മദ് അജ്സലിനെയും തെരഞ്ഞെടുത്തു. സമാപന സമ്മേളനം റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. SSF ജില്ലാ പ്രസിഡന്റ് ഹുസൈൻ ഫാളിലി എറിയാട് അധ്യക്ഷത വഹിച്ചു. SSF സംസ്ഥാന സെക്രട്ടറി ഇല്യാസ് സഖാഫി കൂമണ്ണ, സമസ്ത കേന്ദ്ര മുഷാവറ അംഗം PSK മൊയ്തു ബാഖവി, കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫസൽ അൽ ഐദറൂസി, PMS തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ 6-ാം LP സ്കൂളിന് സമീപം രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധർ അറവ് മാലിന്യം തള്ളിയത് ദുരിതമാകുന്നു. കുറാഞ്ചേരി വേലൂർ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി മൺകൂനകൾ കൂട്ടിയിട്ടിരിക്കുന്നിടത്താണ് മാലിന്യങ്ങൾ തള്ളിയിട്ടുള്ളത്. ഇതുമൂലം പ്രദേശത്ത് തെരുവ് നായ്ക്കളുടെ ശല്യം വർദ്ധിച്ചിരിക്കുകയാണ്. ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. തെരുവ് നായ്ക്കളിൽ കാലുകളിൽ രോഗം പടരുന്നു. പഴഞ്ഞി, അരുവായി, ജെറുസലേം മേഖലയിലെ തെരുവ് നായ്ക്കളുടെ കാലുകൾക്കാണ് രോഗബാധ കണ്ടെത്തിയിട്ടുള്ളത്. കാലിന് ബാധിച്ച രോഗം മൂലം ഇവയ്ക്ക് നടക്കാൻ കഴിയാത്ത നിലയിലാണ്. പല ഭാഗങ്ങളിലും രോഗം ബാധിച്ച നായ്ക്കളെ വ്യാപകമായി കാണാനുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. രോഗം വ്യാപിക്കുന്നതിന് മുൻപ് തെരുവ് നായ്ക്കൾക്ക് പ്രതിരോധ വാക്സിൻ നൽകുവാൻ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു.
വൈകിയെത്തിയ റംബൂട്ടാൻ രുചിഭേദത്തിന്റെ നിറപ്പകട്ടിലാണ് അതിരപ്പള്ളി വഴിയോരം. കാലം തെറ്റി കായ്ഫലമായ അതിരപ്പള്ളി ബ്രാൻഡിന് ഇപ്പോഴും ആവശ്യക്കാരുണ്ട്. കാലാവസ്ഥയുടെ ചതിയിൽ ഏറെ വൈകിയാണ് റംബൂട്ടാൻ പഴങ്ങൾ മരങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. മേനിയഴകിൽ മികവില്ലായ്മയും എണ്ണക്കുറവും വിപണിയെ ആടിയുലച്ചു. നിപ്പ ഭീതി ഇക്കുറിയും വെല്ലുവിളിയായി. എല്ലാ നിലയിലും കേരളത്തിലെ ഏറ്റവും മികച്ച റംബൂട്ടാൻ വിളവ് കേന്ദ്രമായ ചാലക്കുടിയിലെ പരിയാരത്തിന് ഈ മേഖലയിൽ വിട്ടുമാറാത്ത ശനിദശ തന്നെ. പ്രതികൂല കാലാവസ്ഥയിൽ വിനോദസഞ്ചാരികളുടെ വരവ് കുറഞ്ഞതും വിൽപ്പനയെ ബാധിച്ചു. ചുവപ്പ് പഴങ്ങളാണ് കൂടുതലും. സാധാരണ മഞ്ഞയും നാടനും ധാരാളം കച്ചവടത്തിനെത്താറുണ്ട്. 4 വർഷമായി ഇടനിലക്കാരെ ഒഴിവാക്കിയാണ് കച്ചവടം. 100 മുതൽ 150 രൂപ വരെയുള്ള വിലയിൽ തോട്ടങ്ങളിൽ നിന്നും മൊത്തമായി വാങ്ങുന്ന ഇടനിലക്കാർക്ക് പുറം വിപണി ഇക്കാലമത്രയും ചാകരയായിരുന്നു. ഇപ്പോൾ കഥ മാറി. നാട്ടിലെ ചെറുകിട വിൽപ്പനക്കാർക്ക് വിൽക്കുമ്പോൾ തോട്ടമുടമകൾക്ക് 220 രൂപ വരെ ലഭിക്കും. ഒന്നാന്തരം കായ്കൾ കിലോ 250 രൂപയ്ക്കാണ് വിൽപ്പന. നിറമങ്ങിയവ രൂപ 200-നും ലഭിക്കും. വാട്ടമില്ലാത്ത പഴങ്ങൾ രുചിയോടെ ആളുകളുടെ കയ്യിലെത്തുന്നതും മറ്റൊരു പ്രത്യേകതയാണ്. TCV ന്യൂസ്, ചാലക്കുടി. ഗൃഹോപകരണ രംഗത്തെ പ്രമുഖ ബ്രാൻഡായ ബോഷ് അപ്ലയൻസസിന്റെ ഏറ്റവും മികച്ച ഡീലർക്കുള്ള പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ്. കേരളത്തിലെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിൽപ്പന സേവന രംഗത്ത് 35 വർഷത്തെ സുസ്ഥിരമായ സേവന പാരമ്പര്യവുമുള്ള വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് തുടർച്ചയായ 14-ാം വർഷവും ബോഷ് ആൻഡ് സീമൻസിന്റെ മുഖ്യ അവാർഡുകൾ മുഴുവൻ കരസ്ഥമാക്കി. ബോഷ് അപ്ലയൻസസിന്റെ അർബൻ ഫൈറ്റിംഗ് സ്പിരിറ്റ് അവാർഡ്, അർബൻ ഗോൾഡ് അവാർഡ്, അർബൻ ബ്രോൺസ് അവാർഡ്, നോൺ മെട്രോ ഫൈറ്റിംഗ് സ്പിരിറ്റ് അവാർഡ്, നോൺ മെട്രോ ഗോൾഡ് അവാർഡ്, ബിസിനസ് കൺസിസ്റ്റൻസി അവാർഡ് എന്നിവ നേടി പുരസ്കാര വേദിയിൽ വീണ്ടും തങ്ങളുടെ തുടർച്ചയായ ആധിപത്യം തെളിയിച്ചു. കൊച്ചി മാരിയറ്റ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ബോഷ് CEO മുഹമ്മദ് സൈഫുള്ള ഖാനിൽ നിന്നും വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് മാനേജിംഗ് ഡയറക്ടർ KV ആനന്ദൻ, മാനേജിംഗ് പാർട്ണർ KV അജിതൻ, എക്സിക്യൂട്ടീവ് പാർട്ണർ KV ശ്രീരാഗ് എന്നിവർ ചേർന്ന് അവാർഡുകൾ ഏറ്റുവാങ്ങി. പെരിങ്ങോട്ടുകര അശ്വിനി മെഡിക്കൽ സെന്റർ നിർധന രോഗികൾക്കായി സൗജന്യ OP പരിശോധന കാർഡ് വിതരണവും മെഡിക്കൽ ക്യാമ്പും മഴക്കാല രോഗപ്രതിരോധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. അശ്വിനി ഹോസ്പിറ്റൽ ചെയർമാൻ പ്രദീപ് ചന്ദ്രൻ അധ്യക്ഷനായി. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, ചാടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, ജീന നന്ദൻ, രതി അനിൽകുമാർ, ആന്റോ തുറയൻ തുടങ്ങിയവർ സംസാരിച്ചു. ബിഷപ്പ് മാർ ജോസഫ് പംപ്ലാനിയുടെ നേതൃത്വത്തിൽ ചില ബിഷപ്പുമാർ ചേർന്ന് സീറോ മലബാർ സഭയെയും അങ്കമാലി എറണാകുളം അതിരൂപതയെയും ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് അതിരൂപതയിലെ വിശ്വാസി കൂട്ടായ്മ ഭാരവാഹികൾ ആരോപിച്ചു. ഈ മാസം 18-ാം തീയതി സഭാ ആസ്ഥാനത്ത് കുടിൽകെട്ടി സത്യാഗ്രഹം നടത്തും. 15-ാം തീയതി 2 മേഖലകൾ തിരിച്ച് വിളംബര ജാഥയും സംഘടിപ്പിക്കും. കൊരട്ടിപ്പള്ളിയിലെ വികാരി ഫൊറോനയുടെ കീഴിലുള്ള ആശുപത്രിയിൽ നിന്നും 11 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവം പുറത്തുവന്നിട്ടുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി. ജനറൽ കൺവീനർ ഡോക്ടർ MP ജോർജ്, കൺവീനർമാരായ ജോസ് പാറേക്കാട്ടിൽ, ഷൈബി പാപ്പച്ചൻ, ജോസഫ് അമ്പലത്തിങ്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ പുരാതന നായർ തറവാട്ട് കൂട്ടായ്മയുടെ ചിങ്ങ മഹോത്സവത്തിന് ചൊവ്വാഴ്ച കൊടിയേറുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മഞ്ജുലാൽ പരിസരത്ത് വൈകിട്ട് 5 മണിക്ക് ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റം നിർവഹിക്കും. തുടർന്ന് സമുദായ സമന്വത ജ്യോതി സമുന്നയി തെളിയിപ്പിക്കും. 17-ാം തീയതിയാണ് ചിങ്ങ മഹോത്സവം. താളവാദ്യ ഭക്തജന ഘോഷയാത്ര, ഐശ്വര്യവിളക്ക് സമർപ്പണം, മഞ്ജുലാൽ തറമേളം എന്നിവയും ഉണ്ടാകും. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് മഞ്ജുലാൽ പരിസരത്ത് വാദ്യപ്രവീൺ ഗുരുവായൂർ ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ മഞ്ജുലാൽ തറ മേളം ആരംഭിക്കും. 200ഓളം വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന മേളം 2 മണിക്കൂറോളം നീണ്ടുനിൽക്കും. മേളം അവസാനിക്കുന്നതോടെ പുരസ്കാര സമർപ്പണം നടക്കും. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന തെക്കൂട്ട് വേണുഗോപാൽ സ്മാരകശ്രീ ഗുരുവായൂരപ്പൻ മേള പുരസ്കാരം വാദ്യകുലപതി ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാർക്ക് സമ്മാനിക്കും. ഭാരവാഹികളായ GK പ്രകാശൻ, അനിൽ കല്ലാറ്റ്, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, KT ശിവരാമൻ നായർ, ബാലൻ വാർനാട്ട് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇരുവൃക്കകളും നഷ്ടപ്പെട്ട ഗൃഹനാഥൻ സുമനസ്സുകളുടെ സഹായം തേടുന്നു. ദേശമംഗലം തലശ്ശേരിയിൽ ചെരുവിൽ പിടിയിൽ ഹംസയാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നത്. ഹംസയുടെ വീട്ടിലെ എല്ലാവർക്കും വൃക്ക സംബന്ധമായ അസുഖങ്ങളാണ്. ഹംസയുടെ പിതാവ് മൂസ വർഷങ്ങൾക്ക് മുൻപ് കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് മരിച്ചിരുന്നു. സഹോദരൻ താഹിറിന്റെ കിഡ്നി കുടുംബത്തിന്റെ മുഴുവൻ സമ്പാദ്യവും ചെലവഴിച്ച് ഒരിക്കൽ മാറ്റിവെച്ചു. ജ്യേഷ്ഠൻ അലി ക്യാൻസർ ബാധിച്ച് മരിച്ചു. അബുദാബിയിൽ ജോലിയിൽ തുടരുമ്പോഴാണ് ഹംസയ്ക്ക് ഹൃദയ സംബന്ധമായ രോഗം ബാധിച്ചത്.
9 ദിവസം ആശുപത്രിയിൽ അബോധാവസ്ഥയിലായിരുന്നു. തുടർന്ന് നാട്ടിൽ വന്ന് പരിശോധിച്ചപ്പോഴാണ് മറ്റുള്ളവർക്കുണ്ടായ ദുർവിധി ഹംസയെയും തേടിയെത്തി എന്നറിഞ്ഞത്. ഭാര്യയും 3 പെൺമക്കളും അടങ്ങുന്ന കുടുംബം വാടക വീട്ടിലാണ് കഴിയുന്നത്. ജീവൻ നിലനിർത്താൻ അടിയന്തരമായി കിഡ്നി മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി 40 ലക്ഷം രൂപയോളം ചെലവ് വരും. ഹംസയുടെ കുടുംബവും വലിയൊരു പ്രതിസന്ധിയിലാണ്. ഈ കുടുംബത്തിലെ എല്ലാവർക്കും കിഡ്നി സംബന്ധമായ ഒരു അസുഖം മൂലം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വന്തമായിട്ടൊരു കിടപ്പാടവും പോലും ഇല്ലാതെ ചെറിയ 3 പെഞ്ചു കുഞ്ഞുങ്ങളും മാത്രമായി ഒരു നിത്യതൊഴിലെടുത്ത് കുടുംബത്തിന്റെ ജീവിതവും ബാക്കി കാര്യങ്ങളും പുലർത്തിക്കൊണ്ടുവരുമ്പോഴാണ് ഹംസയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു തീരാവേദന വന്നത്. ഹംസയുടെ മറ്റു ജ്യേഷ്ഠാനുജന്മാരും നിലവിൽ ഇതേ ഒരു അസുഖവുമായി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സുമനസ്സുകളുടെ സഹായം കൊണ്ട് മാത്രമാണ് ഹംസയുടെ ചികിത്സയും തുടർ ചികിത്സയുമായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഹംസയെ സഹായിക്കാൻ MP കെ രാധാകൃഷ്ണൻ, കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപ് എന്നിവർ രക്ഷാധികാരികളായി ഹംസ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഉദാരമതികൾക്ക് കേരള ഗ്രാമീൺ ബാങ്ക് ആറങ്ങോട്ടുകര ബ്രാഞ്ചിലുള്ള 40383101113921 എന്ന അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV ന്യൂസ്, ചെറുതുരുത്തി. ചലച്ചിത്ര നടൻ നാസിഫ് അലി പോപ്പോൾ മേഴ്സി ഹോം സന്ദർശിച്ചു. പോപ്പോൾ മേഴ്സി ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ അന്തിക്കാട്ട്, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സീജൻ ചക്കാലക്കൽ എന്നിവർ ചേർന്ന് ആസിഫ് അലിയെ സ്വീകരിച്ചു. കുഞ്ഞുങ്ങളുമായി സംവദിച്ച താരം മധുരപലഹാരം വിതരണം ചെയ്തും അവർക്കൊപ്പം ഫോട്ടോ എടുത്ത ശേഷവുമാണ് മടങ്ങിയത്. പുറ്റേക്കര സമന്വയ യുവസമിതിയും വനിതാവേദിയും സംയുക്തമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായം കൈമാറി. സേവ്യർ ചിറ്റരപ്പള്ളി MLA പങ്കെടുത്ത ചടങ്ങിൽ ക്ലബ് പ്രസിഡന്റ് സോജൻ, സെക്രട്ടറി കൃഷ്ണൻകുട്ടി, വനിതാവേദി പ്രസിഡന്റ് മിനി അനിലൻ, രക്ഷാധികാരി സുദർശൻ തുടങ്ങിയവർ സംസാരിച്ചു. വേലുപ്പാടം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആർത്തവ ശുചിത്വ മെൻസ്ട്രൽ കപ്പ് ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. കരോടം ഫൗണ്ടേഷനും സൗഹൃദ ക്ലബ്ബും NSS യൂണിറ്റും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സിസ്റ്റർ EM റൂബി ക്ലാസ് എടുത്തു. സ്കൂൾ പ്രിൻസിപ്പൽ T കിൻസ്മോൾ, കരോണം ചെയർമാൻ ജെൻസൺ ജോസ് കാക്കശ്ശേരി, N നന്ദകുമാർ, സൗഹൃദ ക്ലബ് കോർഡിനേറ്റർ ലിസ ജോസ്, NSS പ്രോഗ്രാം ഓഫീസർ VD റോജ എന്നിവർ സംസാരിച്ചു. വയനാടിനൊരു കൈത്താങ്ങ് പദ്ധതിയിലേക്ക് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പന്നിത്തടം യൂണിറ്റ് സംഭാവന നൽകി. യൂണിറ്റ് പ്രസിഡന്റ് MK ജോഷി സംഭാവന ചെക്ക് സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദിന് കൈമാറി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി KK ഹമീദ്, കുന്നംകുളം ചേംബർ പ്രസിഡന്റ് KP സാക്സൺ, നിയോജകമണ്ഡലം ചെയർമാൻ P പോൾസൺ, കൺവീനർ സോണി സക്കറിയ, യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി ജിനീഷ് തെക്കേക്കര എന്നിവർ സംസാരിച്ചു. പെരുവല്ലൂർ കോട്ടുകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടത്തി. തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി അരുൺകുമാർ എമ്പ്രാന്തിരി എന്നിവർ കാർമ്മികരായി. ആനയൂട്ടിൽ ചുരക്കൽ ശബരിനാഥ്, തടത്താവിള ശിവൻ എന്നീ ആനകൾ പങ്കെടുത്തു. ഭാരവാഹികളായ K കുഞ്ഞുണ്ണി, T സുരേഷ് കുമാർ, CN സോമനാഥൻ, സാബു പിള്ളാട്ടിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മുല്ലശ്ശേരി ഉപജില്ല കേരള സ്കൂൾ ഒളിമ്പിക്സിന് തുടക്കമായി. മുല്ലശ്ശേരി ഉപജില്ലയിലെ 42 സ്കൂളുകളിൽ നിന്നായി 1200 കുട്ടികൾ സ്കൂൾ ഒളിമ്പിക്സിൽ മാറ്റുരയ്ക്കുന്നുണ്ട്. വെങ്കടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ചെസ്സിന്റെ കരുനീക്കി സ്കൂൾ ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്തു. വെങ്കടങ്ങ് പഞ്ചായത്ത് അംഗം അഷ്റഫ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി, ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജു അമ്പലത്ത് വീട്ടിൽ, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AT അബ്ദുൾ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. കാവലൂർ കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ 15-ന് സൗജന്യ നേത്രപരിശോധന, തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പച്ചളിപ്പുറത്ത് നടത്തുന്ന ക്യാമ്പ് തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്യും. ക്ലബ് ഭാരവാഹികളായ രാജു കിഴക്കൂടൻ, വിൽസൺ പഴുങ്കാരൻ, KJ ബിജു, ആന്റോ കടലപ്പിടിക എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കോഞ്ചിറ പരിശുദ്ധ പോംപെ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ ഭക്തജനങ്ങൾക്ക് സൗജന്യ ഔഷധക്കഞ്ഞി വിതരണം ചെയ്തു. തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം ഔഷധക്കഞ്ഞിയുടെ ആശീർവാദവും ആദ്യ വിതരണവും നിർവഹിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ.
സ്വർണം ഗ്രാമിന് 6450 രൂപ, പവന് 51,600 രൂപ. വെള്ളി ഗ്രാമിന് 88 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3141 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. ഗുരുവായൂർ ദേവസ്വം സൂക്ഷിച്ചിരുന്ന 124 കിലോ ആനക്കൊമ്പുകളും പല്ലുകളും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഏറ്റെടുത്തു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് പ്രകാരമാണ് ഏറ്റെടുത്തത്. പഴയന്നൂർ പഞ്ചായത്ത് തൊഴിൽ നിഷേധിക്കുകയാണെന്ന് ആരോപിച്ച് 16-ാം വാർഡ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രതിഷേധം. പഞ്ചായത്ത് സെക്രട്ടറിയുടെ ക്യാബിനിലേക്ക് തൊഴിലാളികൾ ഇരച്ചുകയറി. കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് വീട്ടമ്മമാർ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. ശ്രീനാരായണപുരം, കോതപറമ്പ്, മാന്തുരുത്തിക്കടവ് നിവാസികളാണ് മതിലകത്തെ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചത്. ചെറുതുരുത്തി കൊറ്റമ്പത്തൂരിൽ കോഴിഫാമിൽ നിന്ന് 50 ലക്ഷം രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അഴീക്കോട് മുനമ്പം പാലത്തിന്റെ കോൺക്രീറ്റിംഗ് ആരംഭിച്ചു. 2 സ്പാനുകളുടെ 30 മീറ്റർ ദൂരത്തിലുള്ള കോൺക്രീറ്റിംഗ് ആണ് നടന്നത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.